പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സാബത്ത് ദിനത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മക്കബായരുടെ 1-ാം പുസ്തകം 2:64. അവിടെ മത്താത്തിയാസ് തൻ്റെ മക്കളോട് പറയുന്ന ഒരു തിരുവചനമാണ്: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കും. എന്താണ് നിയമം? അത് നമ്മൾ കാണുന്ന ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതല്ല സഹോദരങ്ങളെ, ശരിക്കും പഞ്ചഗ്രന്ഥിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ദൈവവചനം. നമ്മളിങ്ങനെ കണ്ടാൽ മതി. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവിൻ. പല രീതിയിലുള്ള, അത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, അത് ഇങ്ങനെയാണെന്നോ, വചനത്തിൽ ഉറച്ചു നിൽക്കാൻ പറയുകയാണ്. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, വചനത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, വചനത്തിൽ നിന്ന് ചലിക്കാനായിട്ട്, വചനത്തിൽ നിന്ന് വേർതിരിയാനായിട്ടൊക്കെയുള്ള പല വിധത്തിലുള്ള പ്രവണതകൾ അതിശക്തമായി നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ആശീർവാദ വേളയിൽ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കൃപ. അതുപോലെ തന്നെ 28-ാം തീയതി വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാളാണ്. ഈ ദിവസങ്ങൾ നാളെയൊക്കെ പറ്റുവാണെങ്കിൽ നല്ലൊരു കുമ്പസാരം, ഇന്ന് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നാളെ. എന്നിട്ട് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം തേടി, പ്രത്യേകിച്ച് രോഗശൈലിയൊക്കെ കിടക്കുന്ന ഒരു അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈശോ സൗഖ്യം നൽകും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി അതിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.